ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ റദ്ദാക്കണം എന്ന ഹർജി ഹൈക്കോടതി തള്ളി. പുതിയ നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പിന് മുന്നോട്ട് പോകാം. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഡ്രൈവിംഗ് സ്കൂളുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തിരിച്ചടി നൽകുന്നതാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ ഈ ഇടക്കാല ഉത്തരവ്. ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തിന്റെ ബെഞ്ചാണ് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് തിരിച്ചടി ഉണ്ടാകുന്ന ഈ ഉത്തരവ് മുന്നോട്ട് വെച്ചത്. നിലവിൽ ഉള്ള പരിഷ്കരണവുമായി ഗതാഗത വകുപ്പിന് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകാർ നൽകിയ ഹർജിയിൽ ഇടപെടുന്നതിന് നിലവിൽ ഇപ്പോൾ സാഹചര്യമില്ല എന്നുള്ളതാണ് കോടതി വിലയിരുത്തുകയുണ്ടായത്. നിലവിലെ പരിഷ്കരണം മുന്നോട്ട് കൊണ്ടുപോകാം, സർക്കുലർ തൽക്കാലം സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. കനത്ത തിരിച്ചടിയാണ് നിലവിൽ ഈ സമരരംഗത്തുള്ളവർക്കും കിട്ടിയിട്ടുള്ളത്. മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ കോടതി ഉത്തരവോടെ അദ്ദേഹത്തിന് കൂടുതൽ സാധിക്കുകയും ചെയ്യും. വേണു, എന്തൊക്കെയായിരുന്നു ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അടക്കമുള്ളവർ കോടതിയിൽ വാദിച്ചത്, ആവശ്യപ്പെട്ടത് ശ്രീകാന്ത്? വേണു, ഡ്രൈവിംഗ് സ്കൂളുകാർ പ്രധാനമായും ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടത് അവരുടെ കാര്യങ്ങൾ ഇത്തരത്തിലാണ്. അതായത് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണ്. അത് അവർ ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് സർക്കുലർ റദ്ദാക്കണം. ഇതും അവരുടെ ആവശ്യമായി കോടതിയുടെ മുൻപാകെ എത്തിയിരുന്നു. പക്ഷേ ഇത് മൂന്നും കോടതി തള്ളുന്ന സാഹചര്യമാണുള്ളത്. അതായത് സമ്പൂർണമായ തിരിച്ചടി ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ശരി, ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണവുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന അനുകൂല സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സ്റ്റേ ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണ്. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.